Hello everyone, welcome to Nafi the Educator. It's me and Nafi. എല്ലാവർക്കും മക്കളെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ ആൻഡ് നാഫി. അപ്പോൾ മക്കളെ, നിങ്ങൾ പല ആളുകളും അറിഞ്ഞിട്ടൊരു കാര്യം ഒന്നും കൂടി നിങ്ങൾ റിമൈൻഡ് ചെയ്യിക്കാനാണ് വന്നിട്ടുള്ളത്. പല കുട്ടികൾക്കുള്ള സംശയമായിരുന്നു ഓണം എക്സാം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓണം എക്സാം മിക്കവാറും ഉണ്ടാകും. അപ്പോൾ ഓഗസ്റ്റിലായിരിക്കും നിങ്ങൾക്ക് ഓണം എക്സാം നടക്കുക. നിങ്ങൾ ആദ്യം 2-3 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്, രണ്ടാമതായിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ ഓരോ സബ്ജക്റ്റിലും ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓണം എക്സാമിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 20 മുതൽ ഓഗസ്റ്റ് 27 വരെയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിലായിരിക്കും മിക്കവാറും ഓണം എക്സാം നടക്കുക. അതായത് മിക്കവാറും ഒരു ദിവസം 2 എക്സാം ഉണ്ടാവാനുള്ള, ചില ദിവസങ്ങളിൽ 2 എക്സാം ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഓഗസ്റ്റ് 20 മുതൽ ഓഗസ്റ്റ് 27 വരെ ഓണം എക്സാം ഉണ്ടാകും. അതിനുശേഷം ഓഗസ്റ്റ് 28 നിങ്ങൾക്ക് സ്കൂളിൽ ഓണം സെലിബ്രേഷൻ ഉണ്ടാകും. അതിനുശേഷം ഓഗസ്റ്റ് 29 നിങ്ങൾക്ക് സ്കൂൾ അടയ്ക്കും. പിന്നെ ഓണം എക്സാം അവധി കഴിഞ്ഞിട്ട് സെപ്റ്റംബർ 8 നിങ്ങൾക്ക് എന്ത് തുറക്കുക, സ്കൂൾ തുറക്കുക. അപ്പോൾ ഓഗസ്റ്റ് 29 കഴിഞ്ഞ് നിങ്ങൾക്ക് ഓണം എക്സാമിൻ്റെ അവധി അടയ്ക്കുന്നത് മുതൽ സെപ്റ്റംബർ 8 വരെ നിങ്ങൾക്ക് സ്കൂളിൽ ഓണം എക്സാം അവധിയായിരിക്കും. പക്ഷേ ആ ഓഗസ്റ്റ് തന്നെ 16-ാം തീയതി ശനിയാഴ്ച ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കുക, ഓണം എക്സാം ഇത്തവണ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഓണം എക്സാം ഓഗസ്റ്റ് 20 മുതൽ ഓഗസ്റ്റ് 27 വരെയുള്ള ദിവസങ്ങളിലായിരിക്കും. ഓഗസ്റ്റ് 22 നിങ്ങൾക്ക് ഓണം സെലിബ്രേഷൻ ആയിരിക്കും. ഓഗസ്റ്റ് 29 നിങ്ങൾക്ക് സ്കൂൾ അടയ്ക്കുന്നു. സെപ്റ്റംബർ 8 സ്കൂൾ തുറക്കുന്നു. ഈ ഒരു ഡേറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്യും, ഓർത്ത് വെക്കുക. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഓണം എക്സാം ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയില്ലയോ? നിങ്ങൾ 8ാം ക്ലാസ് ആണെങ്കിലും 9ാം ക്ലാസ് ആണെങ്കിലും 10ാം ക്ലാസ് ആണെങ്കിലും +1 ആണെങ്കിലും +2 ആണെങ്കിലും നിങ്ങൾക്ക് ഓണം എക്സാം ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ് എന്ന് അറിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതറിയില്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം കമൻറ്റ് ചെയ്യുക, ഓണം എക്സാം ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഏതൊക്കെയാണ് ഉള്ളതെന്ന് അറിയോ ഇല്ലയോ. അപ്പോൾ ഓണം എക്സാം ഉണ്ടെന്നുള്ളൊരു കാര്യം തീരുമാനമായി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഓണം എക്സാമിന് പഠിക്കുക എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഏതൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ മാർച്ചിൽ നടക്കാൻ പോകുന്ന ആനുവൽ എക്സാം അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് മുന്നേ പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്ന, ആ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കാൻ പറ്റുന്ന, ഏതൊക്കെ ചാപ്റ്ററിന് ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ അറിയാൻ പറ്റുന്ന ഒരു എക്സാം കൂടിയാണ് ഓണം എക്സാം. അപ്പോൾ ഓണം എക്സാമിന് നിങ്ങൾ സീരിയസ് ആയിട്ട് കാണണം. ഓണം എക്സാമിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം. ഓണം എക്സാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഓണം എക്സാമിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി അതിന് വേണ്ട പ്രാധാന്യം കൊടുത്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഓണം എക്സാമിന് നല്ലൊരു മാർക്ക് നേടാൻ സാധിക്കൂ. അങ്ങനെ ഓണം എക്സാമിന് നല്ലൊരു മാർക്ക് നേടണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി ടൈം ടേബിൾ ആവശ്യമാണ്. അപ്പോൾ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒരു സ്റ്റഡി ടൈം ടേബിളും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഓണം എക്സാമിന് ഫുൾ മാർക്ക് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ളൊരു കിടിലൻ ട്രിക്കുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയച്ചാൽ നിങ്ങൾക്ക് വേണ്ട സ്റ്റഡി ടൈം ടേബിളും അതേപോലെ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ട കിടിലൻ സ്റ്റഡി ടിപ്പും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചോ. അപ്പോൾ ഓണം എക്സാം ഉണ്ട് എന്നുള്ള കാര്യം കൺഫേം ആയിട്ടുണ്ട്, ഓൾമോസ്റ്റ് കൺഫേം ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റഡി അപ്ഡേറ്റ്സിനായിട്ട് nafi the Educator എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള സ്റ്റഡി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കുന്നതായിരിക്കും. പിന്നെ +1 റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കുട്ടികൾക്ക് അറിയാനുള്ള, അതൊക്കെ ഞാൻ ഈ ചാനലിലൂടെ വീഡിയോ ആയിട്ട് ചെയ്യും. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.